പാഠം 935 നനഞ്ഞിടം കുഴിക്കുമ്പോൾ. ഹലോ, സത്യഭാമയല്ലേ? അതെ, ഞാൻ സിദ്ധാർത്ഥനാ, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ. ആ നമസ്കാരം സർ. ഇതെന്താ പതിവില്ലാതെ? ഞാനും പത്മാവതിയും കൂടി ഇന്ന് വൈകിട്ട് സത്യഭാമയുടെ വീട്ടിനടുത്ത് വരുന്നുണ്ട്. ഒരു ബന്ധു വീട്ടിൽ വരുന്നതാ. ആഹാ, തിരികെ പോരും വഴി സത്യഭാമയുടെ വീട്ടിലൊന്ന് കയറിയാലോ ഒന്ന് പത്മാവതി ചോദിച്ചു. അതിനെന്താ സർ, സന്തോഷമുള്ള കാര്യല്ലേ. സാറും പത്മാവതി മേഡം ഇവിടെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു അഭിമാനമല്ലേ. ഏകദേശം എത്ര മണിക്കായിരിക്കും സാറ് വരിക? ഒരു 5:30-ക്ക് ശേഷമായിരിക്കും. നന്നായി, അപ്പോഴേക്കും മോഹനേട്ടനും ഓഫീസിൽ നിന്നെത്തും. അപ്പൊ ശരി, വൈകിട്ട് കാണാം. ഓ ശരി സാർ. അപ്പൊ വൈകുന്നേരത്തേക്ക് ഒരു ഗംഭീര ശാപ്പാട് റെഡിയാക്കണം. മോഹനേട്ടാ, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ സാറാ വിളിച്ചത്. സാറും പത്മാവതി മേഡവും കൂടി ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരുന്നു. എന്തിന്? അവര് ഇവിടെ അടുത്ത് ഏതൊരു ബന്ധുവീട്ടിൽ വരുന്നതാ. തിരിച്ചു പോകുമ്പോ ഇവിടെ കയറാന്ന്. നന്നായി. ഞാന് ആ പത്മാവതി എന്ന സാധനത്തെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അവരോട് എനിക്ക് 4 എണ്ണം പറയാനുണ്ട്. എന്താണെന്നോ? വീട്ടിൽ ഒരു ജോലിയും ഇല്ലാത്തത് കൊണ്ട് നാട്ടിലിറങ്ങി സ്ത്രീ വിമോചനം നടത്താൻ ഇറങ്ങിയിരിക്കല്ലേ അവര്. മുഖം നിറയെ പൗഡറും വാരി തേച്ച് ഒരുമാതിരിയുള്ള ഉടുപ്പിട്ട് നടക്കല്ലേ അവര്. ആ പെണ്ണും പിള്ളയെ പലപ്പോഴും വഴി വെച്ച് കാണുമ്പോ ഞാൻ ആലോചിക്കാറുണ്ട്, 2 എണ്ണം പറഞ്ഞാലോ ഒന്ന്. ഇപ്പൊ ഇവിടെ തന്നെ ഒത്തോടെ അവരുടെ അഹങ്കാരം തീർത്തിട്ട് വായിക്കാൻ. മോനേട്ടാ, ആവശ്യമില്ലാത്തൊന്നും കാണിക്കരുത്. വീട്ടിൽ കയറി വരുന്നവരോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറണ്ടേ? അത് അത്തരക്കാരോട്. ഈ സ്ത്രീയോട് അങ്ങനെ പെരുമാറേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. മോഹനേട്ടം അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുള്ള എന്റെ മാനം പോവും. പിന്നെ സിദ്ധാർത്ഥ സാറിന്റെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റുമോ? വേണ്ട. ദൈവമായിട്ടൊരു അവസരം തരുമ്പോൾ അത് തീർക്കാതിരിക്കുന്നത് എങ്ങനെയാ? വഴിയിൽ വെച്ച് ഞാൻ അവരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരുണ്ട് കേസ് കൊടുക്കും. ഇവിടെ ആകുമ്പോ കുഴപ്പമില്ലല്ലോ. ഇത് എന്റെ വീടാ, എനിക്ക് അവരെ എന്തും പറയാം. ഇന്ന് അവരെ ഞാൻ മര്യാദ പഠിപ്പിക്കാം. ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുമില്ല. നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ ധിക്കാരികളാക്കുന്നത് അവരെ പോലുള്ളവരാ. അവരുടെ വാക്ക് കേട്ട് നിങ്ങൾ അനുസരണയും ബഹുമാനവും ഇല്ലാത്തവരെ തീരും. ഞാൻ അനുസരണക്കേട് ഒന്നും കാണിക്കാറില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ചാലും മോനോട് പറഞ്ഞെല്ലാം അനുസരിക്കാറില്ലേ? എനിക്ക് തോന്നുന്നില്ല. അയ്യോ, അത് മോനോട് ശരിക്കും ശ്രദ്ധിക്കാത്തോണ്ടാ. സത്യം പറഞ്ഞ എനിക്ക് മോഹനോടെ ഭയങ്കര ബഹുമാനം കേട്ടോ. അല്ല അല്ലല്ല, പ്രവൃത്തിയിലും ഉണ്ട്. എന്നാ പിന്നെ ഞാൻ അനുസരണക്കേട് കാണിച്ചത് മോനോട് പറ. അങ്ങനെ എന്തെങ്കിലും തമാശ കാണിച്ചത് പറയാൻ പറ്റില്ല. സത്യത്തിൽ മോഹനേട്ടന്റെ വാക്കിനപ്പുറം ഞാൻ ഒന്നും ചെയ്യാറില്ല. ഇനി മോഹനേട്ടൻ ഒന്ന് ശ്രദ്ധിച്ച മോഹനേട്ടൻ നന്നായിട്ട് മനസ്സിലാവും. നേരാ കിട്ടും, സത്യം. നീ വേടുകളെ ജോലി തീർക്ക, എനിക്ക് ആഫീസിൽ പോകാൻ നേരമായി. ഇന്ന് വൈകിട്ട് ഞാനൊരു കലക്കും. മോഹനേട്ടാ ചെല്ല് ബാമേ, ചെല്ലേ. ഈശ്വര, ഈ മനുഷ്യൻ തന്നെ നാണം കെടുത്തുവോ? അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ സാറും പത്മാവതി മേഡം വരുമ്പോ ഇങ്ങനെ തനി സ്വഭാവം എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ മാനം പോവും. എന്റെ ഈശ്വര, ബാക്കിയുള്ളവർക്ക് മാനക്കേടുണ്ടാവുന്നത് മോഹനന്റെ പ്രശ്നമല്ലല്ലോ. സ്വന്തം കാര്യം സിന്ദാബാദ്. അങ്ങനെയുള്ളവരുടെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്തോ പറഞ്ഞു? അല്ല, ഞാൻ ഒരു കേസ് ഇങ്ങനെ ചുമ്മാ വാദിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ രാവിലെ കഴിക്കാനുണ്ടാക്കുന്നത്? ഉണ്ടാക്കി ഇഡ്ഡലി. എന്ത് പണിയാ നീ കാണിച്ചേ? എനിക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല, നിനക്കറിയില്ലേ? ഇഡ്ഡലി ഇഷ്ടമല്ലേ? അതെന്താ മുതലാ? അയ്യോ, മോരുടെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇഡ്ഡലി ഉള്ളപ്പോഴല്ലേ? ഇന്നെന്തോ ഇഡ്ഡലി കഴിക്കാൻ തോന്നുന്നില്ല. ഇന്ന് ഉപ്പ ഉണ്ടാക്കിയാലോ? അയ്യോ, ഇനി എങ്ങനെയാ മോനേട്ടാ?
അത് ഭയങ്കര പാടല്ലേ? ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാറുണ്ട്. പത്മാവതി മേഡത്തെ പോലെ അല്ല നീ എന്നൊക്കെയല്ലേ നീ എന്നോട് കുറച്ച് പറഞ്ഞു. രാവിലെ കഴിക്കാൻ കുറച്ച് ഉപ്പ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ നിനക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം 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 കൊള്ളാം. ഇതാണോ അനുസരണ ഭാമേ? അങ്ങനെയല്ല മോനേട്ടാ, അല്ല അങ്ങനെയല്ല. ഇന്നെന്തായാലും നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചല്ലോ. ഇനിയിപ്പോ ഉപ്പ വേണമെങ്കിൽ തന്നെ അത് ഞാൻ നാളെ ഉണ്ടാക്കി തരാം. എന്നാലും പിന്നെ ഇന്ന് ഉപ്പ കഴിക്കാനുള്ള ആഗ്രഹം പിന്നെ എന്ത് ചെയ്യും? എനിക്കൊരു ആഗ്രഹം നിന്ന് പോയില്ലേ? നീ കുറച്ച് ഉപ്പ ഉണ്ടാക്കുക. ഇത്തിരി പോലും മതി. അയ്യോ മണി 8 ആയിക്കോട്ടെ. നീ വിചാരിച്ചാൽ ഉപ്പ ഉണ്ടാക്കാൻ 1/2 മണിക്കൂർ പോയെന്ന് എനിക്കറിയാലോ. ഈ ഉപ്പുവാനോടുള്ള കൊതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്ന ഭാര്യയാണ് എന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് അറിയണമല്ലോ. അതുകൊണ്ടാ. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. അപ്പൊ വില്ലേജ് ഓഫീസർ അവസരം ചൂഷണം ചെയ്തോണ്ടിരിക്കുക അല്ലേ? എന്നോടാ കളി. ഉപ്പുമാവെങ്കിലോ ഉപ്പുമാവ്. ഇനി അതില്ലാത്തോണ്ട് വേണ്ട. എന്താ വേണ്ടത്? അയ്യോ ഉള്ളി എവിടെ? റവ എവിടെ? ഷർട്ടൊക്കെ തേച്ച് വെച്ചിരിക്കുക. ഹാമേ തേക്കാനൊക്കെ അറിയാം. ഹാമേ എന്താ മോനടാ? എന്തിനാ ഈ ഷർട്ട് തേച്ചത്? ഇന്ന് മോനട ഇട്ടോണ്ട് പോവാൻ. ഇന്ന് ഞാൻ ഈ ഷർട്ടല്ല ഇടുന്നത്. ഈ ഷർട്ട് ഇട്ട് വേണം ഇന്ന് പോകാൻ. ഈ ഷർട്ട് എന്താ? ഈ ഷർട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്ന് ഷർട്ട് എന്നെ കൊണ്ട് വയ്യ മോനട്ടാ. ഇന്ന് ഇതിട്ടോണ്ട് പോയാ മതി. അത് കൊള്ളാം. കണ്ടോ നിന്റെ ഉള്ളിൽ ഇപ്പൊ പുറത്തുനിന്നുണ്ടോ? എന്നോട് വലിയ ബഹുമാനമാണ്, എന്നെ അനുസരിച്ച് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ എന്നൊക്കെ നീ പറയും. പക്ഷെ ഒരു കാര്യം വരുമ്പോ ഇതാണ് സ്വഭാവം. സാരല്ല, ഞാനിത് മോനട്ട് ഇപ്പൊ എന്താ വേണ്ടത്? ഈ ഷർട്ടും മുണ്ടും തേച്ചേരണം. അത്രല്ലേ ഉള്ളൂ? തേച്ചേരാം. ഇനി ഇത് തേക്കാത്തതിന്റെ പേരില് എനിക്ക് ധിക്കാരം എന്നുള്ള പേര് വേണ്ട. ഉത്തമൻ എന്നെ വിളിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചതിന് ശേഷം തേച്ചാ പോരെ? മതി. അപ്പൊ ഉപ്പാവിന്റെ കാര്യം ഒക്കെ ഞാൻ ശരിയാക്കി തരും. മോനോട് ഒന്ന് ക്ഷമിക്ക്. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഞാൻ ഉഗ്രം കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേട്ട വക്കീൽ ഞെട്ടും. ബോംബ് കേസ് വല്ലതും ആണോ? ബോംബ് കേസൊന്നുമല്ല. കുഴപ്പമില്ല. ടൗണിൽ ലക്ഷ്മി ബാങ്ക് നടത്തുന്ന ഫിലിപ്പോ സാറിനെ വക്കീലിനെ അറിയാലോ? അങ്ങേരാണ് കക്ഷി. ഫിലിപ്പോ സാറോ? സത്യാണോ ഉത്തമ? പിന്നല്ലാതെ. ഇന്നലെ വേറെ ആവശ്യത്തിന് വേണ്ടി ഫിലിപ്പോ സാറിനെ കാണാൻ ഞാൻ ബാങ്കിൽ പോയി. അപ്പൊ സാറ് പറയാണ്, ഉത്തമ കേസൊക്കെ ഒരുപാടുണ്ട്, പലതും ബാധിക്കുന്നത് പലരാണ്, വക്കീലന്മാരോട് വർത്തമാനം പറഞ്ഞു മടുത്തു, എല്ലാ കേസും വാദിക്കാനുള്ള സാമർത്ഥ്യമുള്ള ഒരു വക്കീലിനെ കിട്ടിയാൽ നന്നായിരുന്നു. ഫിലിപ്പോ സാർ അത്രയും പറഞ്ഞ് നിർത്തിയത് ഞാൻ ചാടി വീണ് സത്യമാ വക്കീലിന്റെ പേര് പറഞ്ഞു. ഞാൻ രക്ഷപ്പെട്ടു. ഫിലിപ്പോ സാറിനെ പോലെ ഒരാളുടെ വക്കീലായിട്ടുള്ള പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലല്ലോ. പിന്നെ എന്തിന്? എന്തായാലും ഇന്നത്തെ ദിവസം കൊള്ളാം ഉത്തമ. ഉത്തമൻ ഇതിന്റെ പേര് ഞാൻ ഒരു ഉഗ്രം ചെലവ് ചെയ്യുന്നുണ്ട്. അയ്യോ നമസ്കാരം സാർ. നമസ്കാരം. എന്താ ഉത്തമൻ രാവിലെ ഏതോ പുതിയ കേസുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ സാറേ, കേസൊന്നും പറഞ്ഞ പോരാ, ഒരു കോടതി സ്ഥിരമായി നടത്തിക്കൊണ്ട് പോകാനുള്ള അത്രയും കേസുണ്ട്. മനസ്സിലായില്ല സാറേ, ടൗണില് ബാങ്ക് നടത്തുന്ന ഫിലിപ്പോ സാറിനെ സാറിന് അറിഞ്ഞൂടെ? ഫിലിപ്പോസോ?
അയാൾ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ. ബ്ലേഡ് കമ്പനി നടത്തി നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന കള്ളനല്ലേ അയാള്. അല്ല സാറേ, ഈ ബ്ലേഡ് കമ്പനി നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഒരു പക്ഷേ, പക്ഷേയില്ല. എത്രയോ പാവങ്ങളുടെ കുടുംബങ്ങൾ തകർത്ത ആളാണ് അയാളെന്ന് ഉത്തമൻ അറിയാമോ? അന്യായ പലിശയ്ക്ക് കാശ് കൊടുക്കും, എന്നിട്ട് പൈസ തിരിച്ചിടാതെ വരുമ്പോ കേസ്, നടപടി, ജപ്തി. അങ്ങനെയല്ല സാറേ, കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കേസ് കൊടുക്കാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. ഉത്തമൻ അയാളെ ന്യായീകരിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഫിലിപ്പോസ് ഒരു കള്ളനാണ്, നാട്ടുകാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ദ്രോഹി അല്ലേ ഭാമേ? അല്ല, അതെ, അല്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ? മോഹനേട്ടൻ പറഞ്ഞതാണ് അതിന്റെ ശരി. ഏ? ആ അല്ലെങ്കിലും മോഹനേട്ടൻ തെറ്റി പറ്റുന്ന എങ്ങനെയാ? ഈ പറയുന്ന ഫിലിപ്പോസ് ഒരു ഭയങ്കര കുഴപ്പക്കാരനാ. വക്കീലേ, ഉത്തമ, ഇത്തരം ആളുകളുടെ കേസുമായിട്ട് ഇനി എന്റെ അടുത്ത് വരരുത്. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ കടം കൊടുത്ത് കടക്കാരാക്കാൻ ശ്രമിക്കുന്ന ഫിലിപ്പോസിനെ പോലുള്ളവരെ വെടിവെച്ച് കൊല്ലുക വേണ്ടത്. കണ്ണിച്ചോറയില്ലാത്ത ആ ഭീകരന് വേണ്ടി, അതും ഒരു ഗാന്ധിയനായ മോഹനേട്ടന്റെ ഭാര്യയായി ഞാൻ എങ്ങനെ കേസ് വാദിക്കും? അത് നടക്കൂല, നടക്കില്ല. അല്ല സാറേ, ഈ കേസൊക്കെ വാദിക്കുമ്പോഴേ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ? വക്കീലിന് എന്തോ പറ്റി കേട്ടാ. ഉത്തമൻ ഒരു കേസുമായി വന്നു, ശരിയല്ലേ? അതെ, ശരിയാണ്. ആ കേസ് വാദിക്കാൻ സൗകര്യമില്ല എന്ന് വക്കീൽ പറഞ്ഞു, അതും ശരിയല്ലേ? അതെ അതെ അതെ. പിന്നെന്തിനാ ഇവിടെ താളം തുള്ളുന്നെ? എത്ര ഇവിടെ സ്ഥലം നോക്ക്. ആഹാ, ചേട്ടാ, ഇതെന്തോന്ന് മറിമായം? നല്ല ഒന്നാന്തര കേസുമായിട്ട് വന്നപ്പോ കൊഞ്ഞനം കുത്തി കാണിക്കാണ്. ഇനി ഈ ജമ്മത്ത് വക്കീലിന് ഒരു കേസ് പിടിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആ, കൊള്ളാം. ഉത്തമ, അയ്യോ, എന്റെ ഗതികേടുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നത്. ഫിലിപ്പോസ് സാറിനെ കണ്ട് ഞാൻ തയ്യാറാണെന്ന് ഉത്തമൻ പറഞ്ഞു. നാളെയോ മറ്റന്നാളോ ഞാൻ ബാങ്കിൽ ചെന്ന് ഫിലിപ്പോസ് സാറിനെ കണ്ടോളാം. ഇത്തിരി നേരത്തെ കേസ് വാദിക്കൂലെന്ന് പറഞ്ഞതാ. ഇന്നത്തെ ദിവസം മോഹനേട്ടൻ എന്ത് പറഞ്ഞാലും അതെല്ലാം ശരിയാണ് എന്ന് പറയേണ്ട ഒരു ഗതികേടല്ലോ ഉത്തമ. ഞാൻ വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ കേസ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. ഉത്തമനൊന്നും വിചാരിക്കല്ലേ. ഫിലിപ്പോസ് സാറിന്റെ കേസ് വാദിക്കാൻ ഞാൻ റെഡിയാ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. നീ ഇതെവിടെ പോയതായിരുന്നു? ഞാൻ അടുക്കളയിൽ ഉണ്ടായിരുന്നല്ലോ. ഉപ്പുമാവ് ഉണ്ടാക്കണ്ടേ? അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഷർട്ട് തേച്ചിട്ടില്ലോ എന്ന് ആലോചിച്ചത്. എന്നാ പിന്നെ ഷർട്ട് തേച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാലോ എന്ന് കരുതേ. ഉച്ച ഊണിന് എന്തൊക്കെയാ ഭാമയെ കറികൾ? പയറുതോരൻ, സാമ്പാറ്, മീൻകറി, പിന്നെ പിന്നെ നല്ല ഒന്നാന്തര കണ്ണിമങ്ങ അച്ചാറുണ്ട്. മൊത്തം ഉഴപ്പയ്യടായിട്ട് ഏ, ഇതൊക്കെ തന്നെ കറികൾ. ഒരു നല്ല അവിയല് കൂട്ടിയിട്ട് നാളെ എത്രയായി? അയ്യോ, ഷർട്ടും കൊണ്ട് ഷോക്ക് കൊണ്ട് താഴെ വീണതാ. ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ മോനട്ടാ. കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാനൊരു അവിയൽ ഉണ്ടാക്കി തന്നത്. എന്നാലും 2 ദിവസം ആയില്ലേ? എനിക്കാണ് ഇന്ന് അവിയൽ കൂട്ടാൻ വലിയൊരു മോഹം. നീ ഒന്ന് മനസ്സുവെച്ച് ഞാൻ പോകുന്നതിന് മുമ്പ് നിനക്ക് അവിയൽ ഉണ്ടാക്കാം. ഇനിയോ? അതിനെന്താ, നീ വിചാരിച്ചാ നടക്കും. മോനട്ടാ, നമുക്ക് ഉണ്ടാക്കുക. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോഴേക്കും നീ അത് ഉണ്ടാക്കി തന്നു എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നതാണ് നിന്റെ ആഗ്രഹം എന്നാണ് എന്റെ വിചാരം. ആകെയൊക്കെ നിന്റെ ഇഷ്ടം. പറയാനുള്ള ഞാൻ പറഞ്ഞു. സൗകര്യം ഉണ്ടോ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഈ മനുഷ്യന്റെ മൂക്കൊണ്ട് ഇക്ഷ വരപ്പിച്ച് അടങ്ങൂ. കല്യാണം കഴിക്കാതിരിക്കുന്നത് തന്നെയാ പ്രഭേ നല്ലത്.
ഇക്കാലത്ത് ആണുങ്ങളെ മേക്കണെങ്കിലേ വലിയ പാടാ. ഹോ, എന്തൊക്കെ തരം വാശികളാ. എന്തു പറ്റി കാഞ്ഞ സാറേ? പ്രഹ്ലാദൻ ചേട്ടനെ പോലെ ഒരു സർക്കാർ ഉദ്യോഗം ഉള്ള ആളല്ലേ ഞാനും. എന്റെ പ്രയാസം കുറച്ചെങ്കിലും മനസ്സിലാക്കണ്ടേ? ഇന്ന് രാവിലെ കൃത്യസമയത്തിന് മിക്സിയും കേടായി. ഉഫ്, എന്റെ ദൈവമേ, പിന്നത്തെ അവസ്ഥ പറയാതിരിക്കേ ഭേദം. എന്താ കാഞ്ചന സാറേ രാവിലെ ഒരു പരദൂഷണം? ഒരു പരദൂഷണം അല്ല ശിശുപാലൻ ചേട്ടാ. പിന്നെ? പ്രഹ്ലാദൻ ചേട്ടനെ പറ്റി പറയായിരുന്നു. അവനവന്റെ കാര്യം കൃത്യമായി നടക്കണമെന്നല്ലാതെ വേറെ ഒരു ചിന്തയും ഇല്ല. കാഞ്ചന സാർ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? എന്റെ വീട്ടിലെ കാര്യം സാറിന് അറിയാലോ. എന്റെ കെട്ടിയവൾക്ക് ഒരു സർക്കാർ ജോലിയില്ല. ഞാനും പിള്ളേരും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവക്ക് ചുമ്മാ ഇരിക്കാം. എന്നാലും അവള് പറയുന്നതല്ലാതെ ഒന്നും നടക്കില്ല. എനിക്ക് ഇഡ്ഡലി വേണമെന്ന് പറഞ്ഞാൽ അന്ന് അവൾ ഉപ്പാവ് ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാ. ഉച്ചയ്ക്ക് സാമ്പാർ വേണമെന്നൊന്ന് പറഞ്ഞാൽ അവൾ പുളിശ്ശേരി ഉണ്ടാക്കും. തർക്കിക്കാൻ പോയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ശിശുപാലൻ ചേട്ടൻ അങ്ങനെ പറയൂ. ആണുങ്ങളൊക്കെ ഒരേ സ്വഭാവക്കാരാ. പ്രൊഫസറെ, ഞാൻ പറയുന്നത് തന്നെയാ സത്യം. കാഞ്ചന സാറിന്റെ വീട്ടിൽ പ്രഹ്ലാദൻ സാർ എന്തെങ്കിലുമൊക്കെ വാശി കാണിക്കുമായിരിക്കും. പക്ഷേ അവസാനം നടക്കാൻ പോകുന്നത് എന്താ? കാഞ്ചന സാർ പറയുന്നത് തന്നെ. അതാർക്കും അറിയില്ലല്ലോ. അല്ല, അതിപ്പോ അങ്ങനെ പറഞ്ഞാൽ ഒന്നും പറയണ്ട കാഞ്ചന സാറേ. സാർ പറ, ഇന്ന് രാവിലെ സാറിന്റെ വീട്ടിൽ നടന്നതൊക്കെ സാറിന്റെ തീരുമാനമാണോ പ്രഹ്ലാദൻ സാറിന്റെ തീരുമാനമാണോ? അതിപ്പോ അവസാനം ഞാൻ പറഞ്ഞത് തന്നെ നടന്നു. പക്ഷെ അതിനുവേണ്ടി എന്തുമാത്രം വഴക്കുണ്ടാക്കിയെന്നറിയോ? എങ്ങനെ ഉണ്ട്? ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാ വീട്ടിലും പെണ്ണുങ്ങൾ വിചാരിക്കുന്നതേ നടക്കൂന്ന്. എന്റെ വീട്ടിൽ അങ്ങനെയല്ല. എന്റെ വീട്ടിൽ ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും നടക്കില്ല. എനിക്ക് ചുവപ്പ് ഷർട്ട് മതി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ തേച്ച് കിട്ടും. എനിക്ക് കഴിക്കാൻ ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടും. ഉച്ച ഊണിന് അവിയൽ വേണം എന്ന് 8:30 പറഞ്ഞാലും 9:30 മുമ്പ് ഭാമ അത് ഉണ്ടാക്കിയിരിക്കും. ശിശുപാല, വെറുതെ കല്യാണം കഴിച്ചാ പോരാ, ഭാര്യയെ നിലക്ക് നിർത്താൻ പഠിക്കണം. ഇന്ന് രാത്രി എന്ത് ഭക്ഷണം വേണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. വൈകിട്ടങ്ങ് തീരുമാനിക്കും. പക്ഷേ അത്താഴത്തിന് നേരമാകുമ്പോൾ ഭാമ അത് ഉണ്ടാക്കിയിരിക്കും. അങ്ങനെ വേണം ആണുങ്ങളെ. വെറുതെ ആണെന്ന് പറഞ്ഞ നടക്കും. ഇതൊന്നും ഞാൻ വിശ്വസിക്കൂല. അങ്ങനെ സാറിന്റെ താളത്തിന് തുള്ളാനൊന്നും വക്കീലിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടിയത് സാറിന് കൊള്ളാം. ഹലോ, സത്യഭാമയല്ലേ? അതെ. ഞാൻ സിദ്ധാർത്ഥന. ആ സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. 6 മണിക്ക് മുന്നേ തന്നെ എത്തുമല്ലോ അല്ലേ? അത് പറയാനാ വിളിച്ചത്. ഒരു ചെറിയ പ്രശ്നമുണ്ട്. പത്മാവതിയുടെ ഒരു അമ്മാവന് തീരെ സുഖമില്ല. ആഹാ. ഇപ്പോഴാ ഫോൺ വന്നത്. അത്യാവശ്യമായിട്ട് ആശുപത്രിയിൽ ഒന്ന് പോയേ പറ്റൂ. ഇന്ന് വരാൻ പറ്റില്ലെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. അയ്യോ സാർ, ഞാനിവിടെ. സത്യഭാമ ഒരുക്കങ്ങൾ നടത്തി കാണുമെന്ന് അറിയാം. പക്ഷെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. ഇനി ഒരിക്കൽ ഉറപ്പായിട്ടും വരാം. ഓ ശരി സാർ. വിഷമമൊന്നും വിചാരിക്കരുത്. ഏ, സാഹചര്യം സത്യഭാമയ്ക്ക് മനസ്സിലായല്ലോ. ഓ മനസ്സിലായി സാർ, കുഴപ്പമില്ല. ശരി ശരി. വെറുതെ മനുഷ്യൻ നക്ഷത്രം ഉണ്ണിച്ചു. വരാൻ പറ്റില്ലെങ്കിൽ അത് രാവിലെ തന്നെ പറഞ്ഞുകൂടായിരുന്നു. ഭാമേ, ഓ വന്നല്ലോ. വല്ലാത്ത ക്ഷീണം. ഒരു നല്ല ചായ എടുക്കൂ. നല്ല ചായ എന്ന് പറഞ്ഞാൽ നല്ല ചായ ഇരിക്കണം. നീ ഉണ്ടാക്കിയ അവിയൽ അത്ര നന്നായില്ല. അതിനെന്തായിരുന്നു കുഴപ്പം? എന്തോ ഞാൻ വിചാരിച്ചത്ര രുചി ഉണ്ടായിരുന്നില്ല. അടുക്കളയിൽ ഓരോന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ വേണം. മറ്റൊരാൾക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നൊരു ചിന്ത കൂടി നിനക്കുണ്ടാവണം. ആ, രാത്രി കഴിക്കാൻ എന്താ ഉണ്ടാക്കുന്നത്? തീരുമാനിച്ചില്ല. എന്നെ എന്താ ആലോചിക്കുന്നത് ഇതുവരെ? എല്ലാ ദിവസത്തെയും പോലെ ചപ്പാത്തി കഴിക്കാൻ എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല. ഇന്ന് നല്ല അപ്പം ഉണ്ടാക്കിയാലോ? ആ, അപ്പം മതി.
പക്ഷെ അത് അവിയൽ പോലെ ആവരുത്, നല്ല രുചി ഉണ്ടായിരിക്കണം. കൃഷ്ണൻകുട്ടിയുടെ ചായക്കട എത്ര മണിക്ക് മോനിട്ട് അടയ്ക്ക്? രാത്രിയിലേക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ അവിടുന്ന് വാങ്ങിയിട്ട് വരും. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ചപ്പാത്തി. പക്ഷേ അത് എനിക്ക് മാത്രമുള്ളതാണ്. മോഹനേട്ടന് വേണമെങ്കിൽ ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചോളണം, അല്ലെങ്കിൽ പട്ടിണി കിടന്നോളണം. മനസ്സിലായില്ല? ഇതെന്താണ് ഇത്ര മനസ്സിലാക്കാനുള്ളത്? ക്ഷീണം മാറ്റുന്ന ഒരു ചായയുടെ കാര്യം നേരത്തെ പറഞ്ഞില്ലായിരുന്നു? അതും ഇവിടെ ഇല്ല. കാരണം ഉണ്ടാക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്താണ് ഭാവയ്ക്ക്? സിദ്ധാർത്ഥ സാർ വരുമെന്ന് പറഞ്ഞതിന്റെ പേരില് ഇന്ന് രാവിലെ മോഹനേട്ടൻ എന്നെ കൊണ്ട് നക്ഷത്രം മുഴുവൻ അഴിച്ചില്ലേ ഇല്ലേ? എന്റെ അന്നേരത്തെ ഗതികേട് കൊണ്ട് ഞാൻ അതെല്ലാം സമ്മതിച്ചു. സിദ്ധാർത്ഥ സാറും പത്മാവതി വേണം വരുന്നില്ല. പറ പറ, ഇനി മോഹനേട്ടൻ എന്ത് ചെയ്യും? ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പുമാവ് ഉണ്ടാക്കേണ്ടി വന്നതിന്റെ ഒറ്റ കാരണം കൊണ്ട് അടുത്ത 3 ദിവസത്തേക്ക് മോനയുടെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കഴിക്കേണ്ടി വരും. ഷർട്ട് മുണ്ടും രണ്ടാമത് തേപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ. നാളെ മുതൽ ആര് തേക്കുന്ന എനിക്കൊന്ന് കാണും. ഞാൻ തേക്കില്ല എന്ന് പറഞ്ഞാൽ തേക്കില്ല. ആഹാ, നാളെ മുതൽ ഉച്ചയൂണിന് കറിയും അച്ചാറും മാത്രം. അവിയല് കുട്ടികളെ തൃപ്തിയാകുമല്ലേ? ശരിയാക്കി തരാം. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പറ 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 പറ. മാപ്പ് എന്താ മാപ്പ്, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. നീ അത് കാര്യം എടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇതൊക്കെയല്ലേ കുടുംബത്തിലൊരു നേരം പോക്ക്. ഈ ജീവനോടത്തോടെ സത്യ ഒരു ചായ കിട്ടോ? തെറ്റ് സമ്മതിച്ചല്ലോ, പിന്നെന്താ? വാക്കുകൊണ്ട് ഇങ്ങനെ സമ്മതിച്ചാ പോരാ, എനിക്ക് എഴുതി തരണം. എല്ലാ കണക്കുകൂട്ടലുകളും എപ്പോഴും ശരിയാകണമെന്നില്ലെന്ന് പല ഒരു വില്ലേജ് ഓഫീസറോട് പറഞ്ഞതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നനഞ്ഞിടം കുഴിച്ച് കക്ഷി ശീലിച്ചു പോയി. ഇനിയിപ്പോൾ ഭാവി കാര്യങ്ങൾ സത്യഭാമയുടെ കാരുണ്യത്തിന് വിധേയമായി നടക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.